ഹായ്, ഇന്ന് എൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ആദിക്കുട്ടൻ്റെയും മീനക്കുട്ടിയുടെയും ബർത്ത്ഡേയാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തന്നെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ പിള്ളേർക്ക് അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ നല്ല ഉഷാറ്. ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നല്ല ഓട്ടമാണ്. എന്ത് പറയാനാ, പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പിന്നെ ആകപ്പാടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, ഞങ്ങൾ കൂടെപ്പിറപ്പ് കൂടെ ഇല്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ഈ കൊല്ലം 1 വർഷമാകാണ്ടി പോവുകയാണ്. അവനുള്ള സമയത്ത് പിറന്നാളെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഉത്സവം പോലെയാണ്. കാരണം അവൻ്റെ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരുടെ കൂടി നല്ലൊരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ്. പിന്നെ അതേ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വന്നു, ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു. ഇതൊക്കെയല്ലേ പിള്ളേരുടെ ജീവിതത്തിലെ ഒരു സന്തോഷം. പിറന്നാൾ സദ്യ ഉണ്ണുക, അച്ഛനും അമ്മയോടൊപ്പം ഒരുമിച്ച് ഉണ്ണുക, ഇതൊക്കെയല്ലേ അവരുടെ ഒരു ഹാപ്പിനെസ്. പിന്നെ കൂടെ ഞങ്ങളും കൂടി ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തവൻ കൂടി. അപ്പം നമ്മുടെ ചെറുക്കൻ പായസത്തിൻ്റെ മേളിൽ നടക്കാമെന്ന് കിടക്കുകയാണ്. പുള്ളിക്ക് കിടന്നുണ്ണണമെന്നൊക്കെയാണ് പറയുന്നത്. വൈകുന്നേരം ആയപ്പോൾ അനിയൻ്റെ കൂട്ടുകാരന്മാർ, എൻ്റെ അനിയന്മാർ തന്നെ കേട്ടോ, അവന്മാരിത് വൈകുന്നേരം കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾക്കൊരു ബിഗ് സർപ്രൈസായിട്ട് കയറി വന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എല്ലാവരും അന്നത്തെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പൈസയൊക്കെ കാണാൻ ഒരു വഴിയും കാണത്തില്ല അവരുടെ. എന്നാണെങ്കിലും പിള്ളേർ വന്നു, കേക്കൊക്കെ മുറിച്ചു. എന്താ പറയുന്നത്, നമുക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കിട്ടുന്ന സമ്മാനത്തിൻ്റെ മൂല്യം അത് നമുക്ക് പറഞ്ഞ് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാളും അതിൻ്റെ അപ്പുറമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു നിമിഷങ്ങളും. അപ്പോൾ താങ്ക് യു.